ഹരേ രാമ ഹരേ കൃഷ്ണ. ജൂലൈ മാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ 12 രാശിക്കാർക്കും സമ്പൂർണമായ ഫലം എന്താണെന്ന് നോക്കാം. പൊതുഫലങ്ങൾ ഒരു നിശ്ചിത കാലയളവിലെ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനങ്ങളാണ്. എന്നാൽ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന യഥാർത്ഥ ഫലങ്ങൾ ജനന സമയത്തെ ഗ്രഹനില, അതിൽ നിന്നുണ്ടാകുന്ന യോഗങ്ങൾ, നിലവിലെ ദശ അപഹാരങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും. എന്നിരുന്നാലും ഈ പൊതുഫലങ്ങളെ ഒരു സൂചനയായി ഉപയോഗിച്ച് വിശദമായ ജാതക വിശകലനം നടത്തി ദശാനാഥനെ പ്രീതിപ്പെടുത്തുവാനുള്ള വഴികൾ തേടുകയും ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ചെയ്താൽ നല്ല സമയത്തെ ഗുണഫലങ്ങൾ നമുക്ക് പരമാവധി അനുഭവിക്കുവാനും പ്രതികൂല സമയത്തെ പ്രശ്നങ്ങളെ എളുപ്പത്തിൽ തരണം ചെയ്യുവാനും സാധിക്കുന്നതാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ. ജൂലൈ മാസത്തിന്റെ ആദ്യ പകുതി മേട രാശിക്കാർക്ക് വളരെയധികം പ്രതികൂലമായ സമയമാണ്. ജോലിയിൽ ചില തടസ്സങ്ങൾ നേരിടാം. എല്ലാ പ്രവർത്തനങ്ങളിലും കൂടുതൽ ജാഗ്രത ആവശ്യമായി വരുന്ന ഒരു സമയമാണ്. നിങ്ങൾ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം കൂടിയാണ്. രഹസ്യമായി ശത്രുക്കൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. പണം വളരെയധികം ശ്രദ്ധാപൂർവം ചെലവഴിക്കുക. എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതിയോടെ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ ഒരു മുതിർന്ന വ്യക്തിയുടെ സഹായത്തോടെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കപ്പെടും. മാസത്തിന്റെ തുടക്കത്തിൽ ദാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടവരും. സംഭാഷണത്തിലൂടെ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിക്കുവാൻ ശ്രമിക്കുന്നതാണ് ഉത്തമം. മാസത്തിന്റെ മധ്യത്തോടെ സ്ഥിതി സാധാരണ നിലയിലാകുകയും ചെയ്യും. സ്നേഹബന്ധം കൂടുതൽ ദൃഢമാകും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമായ ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പിതാവിൻ്റെ ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം കൂടിയാണ് ജൂലൈ മാസത്തിൽ മേട രാശിക്കാർക്ക് വന്നു ചേരുന്നത്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി. ഇടവം രാശിയിലുള്ളവർക്ക് ഈ മാസം സമ്മിശ്രമായ ഗുണങ്ങൾ നിറഞ്ഞതായിരിക്കും. ജൂലൈ മാസത്തിന്റെ ആരംഭ സമയത്ത് സ്ഥിര വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം നേട്ടങ്ങളായിരിക്കും സമ്മാനിക്കുക. പ്രതീക്ഷിച്ചിരുന്ന പ്രമോഷൻ ലഭിക്കുവാൻ ഇടയുണ്ട്. മാസത്തിന്റെ മധ്യത്തോടെ ജോലിഭാരം നിമിത്തം ശാരീരികവും മാനസികവുമായി വളരെയധികം ക്ഷീണം നിങ്ങൾക്ക് അനുഭവപ്പെടും. പ്രധാന ജോലികൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടതാണ്. ആരുടെയും സ്വാധീനത്തിന് വഴങ്ങി പ്രധാന തീരുമാനങ്ങൾ നിങ്ങൾ ഒന്നും തന്നെ എടുക്കരുത്. നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ വർദ്ധിക്കും. മാസത്തിന്റെ മധ്യത്തോടെ ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ടുകൾ നേരിടാനിടയുണ്ട്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. വലിയ ജോലി ലാഭം നേടുവാനായി ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കരുത്. രേഖകളിൽ ഒപ്പുവയ്ക്കുന്നതിന് മുൻപ് നന്നായി വായിച്ച് മനസ്സിലാക്കുക. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ്. പ്രണയ ജീവിതം നിങ്ങളുടെ വളരെയധികം ദൃഢമാകുകയും ചെയ്യും. പ്രണയ പങ്കാളിയുമായി യാത്രകൾ ചെയ്യുവാനും അവസരം വന്നെത്തും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം ഉയർച്ച നേടുവാനും സാധിക്കുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം ആദ്യ പകുതി, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ. മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വളരെയധികം ധനലാഭം വന്നു ചേരും. തൊഴിൽ രംഗത്തും ബിസിനസ്സിലുണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും നിങ്ങളുടെ നീങ്ങിക്കിട്ടുന്നതാണ്. തിടുക്കത്തിൽ ജോലികൾ ചെയ്യുന്നതെല്ലാം ഒഴിവാക്കണം. ഒരൽപ്പം കഠിന പ്രയത്നം നടത്തിയാൽ നിങ്ങളുടെ ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ ജോലികളും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. അപമാനിതരാകാൻ സാധ്യതയുള്ളതിനാൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തന ശൈലി മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കും. വസ്തു സംബന്ധമായ ഇടപാടുകൾ വളരെ ആലോചിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ പ്രണയബന്ധത്തിലെ തെറ്റിദ്ധാരണകൾ ഒരു സ്ത്രീ സുഹൃത്തിൻ്റെ സഹായത്തോടെ
പരിഹരിക്കപ്പെടുന്നതാണ്. ദാമ്പത്യ ബന്ധം വളരെയധികം ദൃഢമാകും. ഈശ്വര വിശ്വാസം നിങ്ങളുടെ വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർത്തം, കാൽ, പൂയം, ആയില്യം. ജൂലൈ മാസത്തിന്റെ തുടക്കം ശുഭകരമാണ്. ജോലിക്കാർക്ക് പ്രമോഷനോ സ്ഥലം മാറ്റമോ ലഭിക്കും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ പെട്ടുകിടന്നിരുന്ന പണം കൈവശം വന്നു ചേരുന്നതാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാനും നിങ്ങൾക്ക് കഴിയും. മുടങ്ങിക്കിടക്കുന്ന ഏത് ജോലിയും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നൽകേണ്ട ഒരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസം. മാസത്തിൻ്റെ മധ്യത്തോടെ ദീർഘദൂര യാത്രകൾ വേണ്ടി വന്നേക്കാം. സംസാരം പരുഷമാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. വസ്തു സംബന്ധമായ ഇടപാടുകളുമായി മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതൊരു സുപ്രധാന തീരുമാനവും എടുക്കുമ്പോൾ ഒരു മുതിർന്ന വ്യക്തിയുടെ അഭിപ്രായം കേൾക്കുവാൻ മറക്കരുത്. പ്രണയബന്ധങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം തീവ്രതയും അനുഭവപ്പെടുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് വിദേശ പഠനത്തിനും പഠനത്തിൽ പുരോഗതിയും കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം, ആദ്യകാൽ. ചിങ്ങം രാശിയെ ഭാഗ്യം തുണയ്ക്കുന്ന ഒരു മാസമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചില വലിയ പ്രൊജക്റ്റുകളുടെ ഭാഗമാകുവാൻ സാധിക്കും. പുതിയ ലാഭ സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. കുടുംബ ബന്ധം നിങ്ങളുടെ വളരെയധികം ദൃഢമാകുവാനും കുടുംബത്തിൽ വളരെയധികം സന്തോഷവും സമൃദ്ധിയും അലയടിക്കുകയും ചെയ്യും. ആഡംബര കാര്യങ്ങൾക്കായി നിങ്ങൾ വളരെയധികം പണം ചെലവാക്കുവാനിടയുണ്ട്. വാഹന ഉപയോഗവും വളരെയധികം ഉണ്ടാകും. കുടുംബത്തോടൊപ്പം മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും. പുതിയ വീട്, സ്ഥലം എന്നിവ സംബന്ധിച്ച ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതി വളരെയധികം ഗുണകരമാകും. ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുമായി ഏകോപനം നിലനിർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ് രംഗത്തുള്ള ആളുകൾക്ക് വളരെയധികം ലാഭം വന്നു ചേരും. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ ഗൗരവമായി സമീപിച്ച് പരിഹാരം നിങ്ങൾ എല്ലാ രീതിയിലും കാണേണ്ടതുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ബന്ധങ്ങളിൽ വളരെയധികം വിള്ളൽ വീഴുവാനും ഇടയാകും. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ജീവിത പങ്കാളിയുമായി വളരെയധികം സമയം ചെലവഴിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, ആദ്യ പകുതി. വളരെയധികം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ മാസമായിരിക്കും നിങ്ങൾക്ക്. ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്ന് പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരികയും ചെയ്യും. ജോലിയിൽ കഴിവ് തെളിയിക്കുവാൻ നിങ്ങൾ വളരെയധികം ശ്രമിക്കേണ്ടതുണ്ട്. ആരുടെയെങ്കിലും സ്വാധീനത്തിന് വഴങ്ങി വലിയ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പല രീതിയിലുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വന്നു കിട്ടുന്ന എല്ലാ അവസരങ്ങളും യഥാസമയം ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടതോർത്ത് പിന്നീട് വളരെയധികം പശ്ചാത്തപിക്കേണ്ട ഒരു സാഹചര്യം കൂടി വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ശാന്തമായി നിങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. ആശയവിനിമയത്തിൽ വ്യക്തത വരുത്തുകയും ചെയ്യണം. മാസത്തിൻ്റെ പകുതി കഴിയുമ്പോൾ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറുകയും ചെയ്യും. ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾ അവസാനിക്കും. പ്രണയ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു രീതിയിലും അവഗണിക്കരുത്. ലഹരി ഉപേക്ഷിക്കുന്നതാണ് നിങ്ങൾക്ക് വളരെയധികം നല്ലത്. ആരോഗ്യശീലങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്യേണ്ട ഒരു മാസമാണ് വന്നെത്തുന്നത്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര, ആദ്യ പകുതി, ചോതി, വിശാഖം, മുക്കാൽ. മാസത്തിൻ്റെ തുടക്ക സമയത്ത് വളരെയധികം ജാഗ്രത വേണ്ടിവരും. നിങ്ങളുടെ പദ്ധതികളിൽ തടസ്സം സൃഷ്ടിക്കാൻ വളരെയധികം എതിരാളികൾ ഗൂഢാലോചന നടത്തിയേക്കാം. നിങ്ങളുടെ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് വെല്ലുവിളികളെ നേരിടണം. ചില കാര്യങ്ങളുടെ രഹസ്യാത്മകത സൂക്ഷിക്കേണ്ടതുണ്ട്. മാസത്തിൻ്റെ മധ്യത്തിൽ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കുകയുള്ളൂ. ഈ സമയത്ത് വളരെയധികം ആത്മവിശ്വാസം നിങ്ങളുടെ കുറയുകയും ചെയ്യും.
എല്ലാവിധ കാര്യങ്ങളിലും തീരുമാനങ്ങൾ വളരെയധികം ആലോചിച്ചതിന് ശേഷം മാത്രം എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പണ നിക്ഷേപങ്ങൾ നടത്തുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം. അവിവാഹിതരായ ആളുകൾക്ക് വിവാഹത്തിനായി അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കാം. പ്രണയ പങ്കാളിയുമായി തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട്. എന്നിരുന്നാലും മാസാവസാനത്തോടെ നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട. ജൂലൈ മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ അലസത വെടിഞ്ഞ് ജോലികളെല്ലാം കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവപ്പെട്ടേക്കാം. ചില കേസുകൾ കോടതിക്ക് പുറത്ത് തീർപ്പാക്കുന്നതാണ് നല്ലത്. സഹോദരങ്ങളുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുമ്പോൾ പഴയ സുഹൃത്തുക്കളെ അവഗണിക്കരുത്. മാസത്തിന്റെ പകുതിയോടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ്. ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുടെ പിന്തുണ ഉണ്ടാകും. സുഹൃത്തിന്റെ സഹായത്തോടെ പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാനും സാധിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില വലിയ ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചേക്കാം. ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. യാത്രക്കിടെ നിങ്ങളുടെ വസ്തുക്കളെല്ലാം വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ടിവരികയും ചെയ്യും. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുക എന്ന ആഗ്രഹം യാഥാർത്ഥ്യമാകുന്നതാണ്. പ്രണയം വിവാഹത്തിലേക്ക് നീങ്ങുവാനിടയുണ്ട്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം, കാൽ. ധനു രാശിക്കാർക്ക് ഈ ജൂലൈ മാസം വളരെയധികം തിരക്കേറിയതായിരിക്കും. നിരവധി ജോലികൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ടി വരും. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം മൂലം ആശങ്ക വർദ്ധിക്കുകയും ചെയ്യും. വലിയ ലാഭം നേടുവാനുള്ള നിങ്ങൾ ശ്രമം നടത്തുമ്പോൾ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള അവസരങ്ങൾ അവഗണിക്കരുത്. വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. യുവാക്കൾ കൂടുതൽ സമയവും വിനോദ കാര്യങ്ങളിൽ ചെലവഴിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്ന ആളുകൾ, വിദ്യാർത്ഥികൾക്ക് പല രീതിയിലുമുള്ള തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നതാണ്. ജോലി സ്ഥലത്ത് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ജോലി തടസ്സപ്പെടുവാൻ സാധ്യതയുണ്ട്. ശാരീരിക ക്ഷീണം, ബലഹീനത, ഉറക്കമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. പ്രണയബന്ധത്തിൽ ശ്രദ്ധാപൂർവം മുന്നോട്ട് നീങ്ങുക. ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ഏത് സമയത്തും ജാഗ്രത നിങ്ങൾക്കൊപ്പം വേണ്ടിവരികയും ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ജൂലൈ മാസം ധനു രാശിക്കാർക്ക് വന്നെത്തുന്നത്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി. മാസത്തിന്റെ തുടക്കം മുതൽ വെല്ലുവിളികൾ നിറഞ്ഞ പല സാഹചര്യങ്ങളും നേരിടേണ്ടി വരും. ജോലികളെല്ലാം തടസ്സപ്പെടുവാനിടയുണ്ട്. സുഹൃത്തുക്കളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകും. ജോലി സ്ഥലത്ത് സ്ത്രീകളുമായി ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആരെങ്കിലും നിങ്ങളുടെ പെരുമാറ്റവും സംസാരവും വളച്ചൊടിക്കുവാനിടയുണ്ട്. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഏകാഗ്രമായ മനസ്സോടെ തയ്യാറെടുക്കണം. മാസത്തിന്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും പ്രധാന രേഖകളിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ബന്ധങ്ങളിൽ ഈഗോ ഒഴിവാക്കേണ്ട സമയം കൂടിയാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. മാസത്തിലെ അവസാന ആഴ്ച ബിസിനസ്സിൽ വളരെയധികം പുരോഗതി നിങ്ങൾക്ക് കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം, ആദ്യ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ജൂലൈ മാസത്തിന്റെ ആദ്യ ഭാഗത്ത് കുംഭം രാശിക്കാർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക. നിങ്ങളുടെ മുടങ്ങിക്കിടന്നിരുന്ന ജോലികളെല്ലാം വളരെയധികം വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ലക്ഷ്യം നേടുവാനായി നിങ്ങൾ കഠിന പ്രയത്നം നടത്തുകയും ചെയ്യും. സാമൂഹിക ബന്ധങ്ങൾ നിങ്ങൾക്ക് വളരെയധികം വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്.
സർക്കാർ ജോലിക്കാർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പ്രമോഷൻ, ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നുചേരും. ആഡംബര കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും പരുഷമാകാതെ നോക്കേണ്ട ഒരു സമയം കൂടിയാണ് വന്നെത്തുന്നത്. കോപിക്കുന്നതെല്ലാം ഒഴിവാക്കേണ്ടതാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതി മുതൽ വെല്ലുവിളികൾ നിറഞ്ഞതാകുവാനും ഇടയുണ്ട്. മൂന്നാമതൊരാൾ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട്. പങ്കാളിയുടെ ആരോഗ്യം മോശമാകുന്നതും നിങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. സ്വന്തം ആരോഗ്യത്തിലും വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നത് ജൂലൈ മാസത്തിൽ നന്നായിരിക്കും. അടുത്തത് മീനം രാശിക്കാരാണ്. പോരുരുട്ടാതി കാൽ, ഉത്രട്ടാതി രേവതി. മീന രാശിക്കാർക്ക് മുതിർന്നവരുടെ പിന്തുണ ഉണ്ടാകുന്നതാണ്. ജോലികളെല്ലാം തന്നെ കൃത്യസമയത്ത് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ജോലിയിലെ വിജയം, ആത്മവിശ്വാസം നിങ്ങളുടെ വളരെയധികം വർദ്ധിപ്പിക്കുന്നതാണ്. ആരോഗ്യം വളരെയധികം മികച്ചതായിരിക്കും. മതപരമായ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ താല്പര്യം വളരെയധികം വർദ്ധിക്കുകയും നിങ്ങൾക്ക് മാനസികമായ സമാധാനം വളരെയധികം അനുഭവപ്പെടുകയും ചെയ്യും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കുടുംബത്തോടൊപ്പം യാത്ര പോകുവാൻ ഇടവരുന്നതാണ്. ആരെയും അന്ധമായി വിശ്വസിക്കുന്നത് ഒഴിവാക്കണം. വലിയ തീരുമാനങ്ങളെല്ലാം സമയമെടുത്ത് ആലോചിച്ച് മാത്രം എടുക്കുന്നതായിരിക്കും ഉത്തമം. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും ഇടവരുന്നതാണ്. പ്രണയ ജീവിതം നയിക്കുന്ന ആളുകൾക്കിടയിൽ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ബന്ധത്തിൽ വിള്ളൽ വീഴുവാനും ഇടയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പര സ്നേഹവും ഐക്യവും വളരെയധികം വർദ്ധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.